ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാരം പുതിയ മലയാള സിനിമകളൊന്നും തന്നെ തിയേറ്റർ റിലീസായിട്ട് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. അതേസമയം ചിത്രീകരണം പുരോഗമിക്കുന്ന റിലീസിന് തയ്യാറെടുക്കുന്ന മമ്മൂട്ടി, ദിലീപ്, പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച ചില സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിലവിൽ സബ്സ്ക്രൈബറുടെ എണ്ണം 21,800 എത്തി നിൽക്കുകയാണ്. 21,800 മുകളിൽ. അത് 25,000 എത്തിക്കുവാൻ വേണ്ടി ഒന്ന് സഹായിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇനി വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ ആവേശം എന്ന സിനിമയെക്കുറിച്ച് തന്നെ നമുക്കിന്ന് ആദ്യം തുടങ്ങാം. ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 11 ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 8 ദിവസം പിന്നിട്ട് 9ാം ദിവസമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ രണ്ടാം വാരത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ആദ്യ 6 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ലോകമെമ്പാടുമായി 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിരുന്നു. 7ാമത്തെ ദിവസമായ ബുധനാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 60 കോടിയിലേക്കും 8ാമത്തെ ദിവസമായ ഇന്നലെ ബുധനാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 65 കോടിക്ക് മുകളിലുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 7 ദിവസം കൊണ്ട് ചിത്രം 25 കോടി ക്ലബിൽ എത്തപ്പെട്ടിരുന്നു. 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 3 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 28 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ചിത്രം 8 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു ഈദ് വിഷു റിലീസ് സിനിമയായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം തിയേറ്ററിലെത്തി 8ാം ദിവസം കൂടിയായ ഇന്നലെ വ്യാഴാഴ്ച ഈ ഏപ്രിൽ മാസത്തിലെ രണ്ടാമത്തെ 50 കോടി മലയാള ചിത്രമായി വർഷങ്ങൾക്ക് ശേഷം മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 17 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ 7ാം ദിവസമായ ബുധനാഴ്ചയിലെ കേരള കളക്ഷൻ 2 കോടി 10 ലക്ഷം രൂപയായിരുന്നു. അതേസമയം 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 1 കോടി 60 ലക്ഷത്തോളം രൂപയാണ് ഇന്നലെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഇതോടെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 20-21 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ജയ് ഗണേഷ് എന്ന സിനിമയിലേക്ക് വന്നാൽ നിലവിൽ 8 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 2 കോടി 50 ലക്ഷത്തോളമാണ്. ഇന്നലെ ഏപ്രിൽ 18 വ്യാഴാഴ്ച GCC ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 19 ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസിംഗ്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി തിരക്കഥഴി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ വ്യാഴാഴ്ചയോടെ 22 ദിവസം പിന്നിട്ട് ഇന്ന് 23ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ലോകമെമ്പാടുമായി 148 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ വെള്ളിയാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ 70 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 23ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 150 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനാകുന്ന ടർബോ എന്ന സിനിമയുടെ GCC ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിലെ വിതരണാവകാശം ഏറ്റെടുത്ത കമ്പനികളുടെ വിവിധ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 13 ബക്രീദ് റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ UAE GCC വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ തന്നെയാണ്. അമേരിക്കയിലെ വിതരണാവകാശം US ഇന്ത്യൻ മൂവീസിനും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് വണ്ടർലസ്റ്റ് ഫിലിം 7-നുമാണ്. 4 സീസൺ ക്രിയേഷനാണ് UK, യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിതരണാവകാശം. ദിലീപ് നായകനായി നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർടേക്കർ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ജോണി ആന്റണി, രാധിക, ജെനൂബൻ എന്നിവർ കൂടി അഭിനയിക്കുന്ന ഈ സിനിമ അടുത്ത വാരം, അതായത് ഏപ്രിൽ 26-നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.